ഞാൻ ചെയ്തു തരാം. ഞാൻ എനിക്ക് അതിൻ്റെ ലിങ്ക് എടുത്ത് അയച്ചു തരാം. നിന്നോട് ഞാനൊന്ന് തീം വ്യൂവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞല്ലേ, ഞാൻ ഇവിടെ നിന്ന് ചെയ്തു തരാം നിനക്ക്. എടാ ഞാൻ എല്ലാ ദിവസവും വരുന്നത്, ആ ഭഗത്താണ് എന്നെ പഠിപ്പിക്കുന്നത്.
Good morning. Good morning, miss. So last ക്ലാസ്സിൽ നമ്മൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, സിന്റാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ഫോർ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് സിന്റാക്സ് ഡയറക്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, സോ അതിൻ്റെ ഗ്രാമറും അതിൻ്റെ ആക്ഷൻ സെമാന്റിക് റൂൾസും ഒന്ന് എഴുതുക. ഓക്കെ, ഓക്കെ കാണാമോ നമുക്ക്? Syntax directed definition to produce free address code for assignment statement. Okay. കാണാമോ നമുക്ക്? അത്ര ക്ലിയർ അല്ല. ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ അല്ല? ശരി. ഓക്കെ, ഗ്രാമർ സെയിം ആണ്, നമ്മൾ നേരത്തെ എഴുതിയ ഗ്രാമർ തന്നെയാണ്. അതിന്റെ സെമാന്റിക് റൂൾസിൽ മാത്രമായിരിക്കും ചേഞ്ചസ്. ഓക്കെ, ഒന്ന് വേഗം എഴുതിക്കും. കോപ്പി ചെയ്തു നിങ്ങൾ?
ഓക്കെ, എഴുതിയായിരുന്നു നിങ്ങൾ? എഴുതി കഴിഞ്ഞു ഒന്നുകൂടെ കാണിക്കുക, എഴുതിയില്ലേ? കംപ്ലീറ്റ് ചെയ്തില്ലേ? Okay. So here, E dot place, E dot ഇതിൽ പറയാറില്ലേ, അതായത് E dot E derives ID ആണെങ്കിൽ E dot place is equal to ID dot place, and E derives opening bracket E1 closing bracket ആണെങ്കിൽ E dot place is equal to E1 dot place. ഈ E dot code is equal to E1 dot code എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈ കോഡ് എന്നുള്ള എക്സിക്യൂഷൻ വരുന്നത് ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലാണ്. ഓക്കെ, ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലാണ് E dot code എന്നുള്ളത് എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, ഹിയർ GN is a function used to represent എന്താണ്, ട്രീ അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് GN എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? Is it clear? ക്ലിയർ ആണോ നിങ്ങൾക്ക്? Is it clear? എഴുതിയേക്കുന്ന അത്ര ഫോട്ടോ അത്ര ക്ലിയർ അല്ലായിരുന്നു. ആണോ? ഓക്കെ, ഞാൻ അത് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് സോൾവ് ചെയ്യാം. ദ സെയിം എക്സാമ്പിൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത സെയിം എക്സാമ്പിൾ എടുക്കാം. ദാറ്റ് ഇസ് A is equal to B star minus C. B star minus C. ഓക്കെ, ബോർഡ് കാണുമ്പോൾ സോ വി നീഡ് ടു ഡിറൈവ് എന്താണ് ദി എക്സ്പ്രഷൻ A is equal to B star minus C. ഓക്കെ, സോ ഫസ്റ്റ് വി നീഡ് ടു കൺസ്ട്രക്ട് എന്താണ്, അതിന്റെ പാർട്ട് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. ദാറ്റ് ഇസ് S is equal to S derive ID equal to E, and E നെ നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം, E star E, and E നെ ഫർദർ ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, ഇറ്റ് ഇസ് മൈനസ് E again it's ID. ഓക്കെ, ഇതും എന്താണ്, ID ആണ്. ഓക്കെ, സോ നൗ ഫസ്റ്റ് നമ്മളിപ്പോഴും എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യുന്നത്,
ഇറ്റ് ഈസ് പ്രോസസ് ഇൻ ഏത് ഫോമിലാണ് പ്രോസസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. A is equal to B star minus C. A is equal to B star minus C. Okay, that is, this is A, this is B, this is C. Okay, so first എന്താണ് E-derived ID. E-derived ID-നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ E-derived ID-നെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? E dot place is equal to from top to bottom, left to right ആയിരിക്കും നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താണ്? ഈ എക്സ്പ്രഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ദെൻ താഴേക്ക് വരുമ്പോൾ എന്താണ്? E dot, ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. സോ ദാറ്റ് ഇസ് E dot place is equal to ID dot place, so which is equal to B. Okay, so ഇവിടെ വരുമ്പോൾ എന്താണ്? E dot place is equal to E dot place, ഇതിന്റെ വാല്യൂ E dot place is equal to ഈ നോഡിന്റെ വാല്യൂ ആണ്. E dot place is equal to C. മേളിൽ എഴുതാം, അത് ക്ലിയർ ആവുന്നില്ല. E dot place is equal to C. ഓക്കെ, ദെൻ വീണ്ടും നമുക്ക് ഏതിനെ റെഡ്യൂസ് ചെയ്യാം? മൈനസ് ഇ. ഇ ഡിറൈവ് മൈനസ് ഇ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇ ഡോട്ട് പി ഇസ് ഈക്വൽ ടു അഗെയിൻ ഇറ്റ് ഇസ് ഈക്വൽ ടു സി. ഇ ഡോട്ട് പി ഇസ് ഈക്വൽ ടു ബി കഴിഞ്ഞിട്ട് മിസ് ചെയ്തത്. ഏത്? 1 സെക്കൻഡ്. S-derived ID equal to E. E-derived E star ഓക്കെ. സോ ലിസൺ, ഇതിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആയിരിക്കും നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക. സോ ഫസ്റ്റ് ഐ ഡി, ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അടുത്തത് റെഡ്യൂസ് ചെയ്യാം. സോ ഇത് റെഡ്യൂസ് ചെയ്യാം. ഇത് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം? ഇ ഡോട്ട് ഇ ഡിറൈവ് ഐ ഡി എന്നുള്ള ഫോമിൽ ഇറ്റ് ഇസ് ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ഐ ഡി ഡോട്ട് പ്ലേസ്. ഐ ഡി ഡോട്ട് പ്ലേസിന്റെ വാല്യൂ എന്താണ്? ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി, ദിസ് ഇസ് സി. സോ വിച്ച് ഇസ് ഈക്വൽ ടു ബി. ഓക്കെ, ക്ലിയർ ആണോ? അത് ക്ലിയർ? ഓക്കെ, നൗ ഇത് സി ആണ്. ഇതിനെ ഈനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു സി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഏതിനെ റെഡ്യൂസ് ചെയ്യാം? ഇതിനെ ആയിരിക്കും റെഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? ന്യൂ ടെംപ്. ന്യൂ ടെംപ് എന്ന് പറയുമ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യാം? ന്യൂ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ വിച്ച് ഇസ് T1. സോ T1 ഇസ് ഈക്വൽ ടു എമിറ്റ് ചെയ്യണം. എമിറ്റ് അല്ല, ജനറേറ്റ് ചെയ്യണം. ഇവിടെ സിന്റാക്സ് കറക്റ്റ് ഡെഫിനിഷൻ ആണ്. ജനറേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ജനറേറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു E1 ഡോട്ട് പ്ലേസ് പ്ലസ് E2 ഡോട്ട് പ്ലേസ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു E1 is equal to മൈനസ് സി ആയിരിക്കും അല്ലേ? മൈനസ് സിയുടെ ഇത് എന്താണ്? ഇറ്റ് ഇസ് യു മൈനസ് കോമ ഇ ഡോട്ട് പ്ലേസ് അല്ലേ? ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ? ക്ലിയർ ആണോ ഇല്ലേ? എടാ, ഇതിന്റെ റൂൾ എന്താണ്? ഇ ഡിറൈവ് മൈനസ് ഇയുടെ റൂൾ എന്താണ്? ഇറ്റ് ഇസ് ഇ ഡിറൈവ്. നമ്മുടെ റൂൾ എന്താണ് എഴുതിയിട്ടുള്ളത്?
ഇ ഡിറൈവ് E1 അല്ലേ? അവിടെ എന്താ എഴുതിയിട്ടില്ല? ഇ ഡിറൈവ് E1 ഇട്ട് ജനറേറ്റ് ചെയ്യുന്ന 3 അഡ്രസ് കോഡ് എന്താണ്? ജനറേറ്റ് ഓഫ് യു മൈനസ് കോമ E1 dot place. E dot place is equal to generate of u minus comma E1 dot place. Okay, so ഇവിടെ E1 dot place എന്താണ്? E1 dot place എന്താണ്? T1 ആണ്. So we can write T1 is equal to minus 6. Clear? Is it clear? പക്ഷെ യു വേണ്ടപ്പോലെ ഏതാ? യു മൈനസ് സി എന്നല്ലേ എഴുതാറുള്ളൂ. യു മൈനസ് അത് അങ്ങനെ എഴുതാം. ഓക്കെ, യു മൈനസ് സി. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിനെ റെഡ്യൂസ് ചെയ്യണം, ഇതിനെ റെഡ്യൂസ് ചെയ്യണം. സോ ഇതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഇതെന്താണ്? ഇ ഡിറൈവ് ഇ സ്റ്റാർ ഇ. ഇ സ്റ്റാർ ഇനെ നമ്മൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? E1 dot place star E2 dot place is equal to E dot place. So here ആദ്യം ഒരു ന്യൂ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. u minus c ആദ്യം ന്യൂ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. that is E dot place is equal to ന്യൂ ടെമ്പ് ആണ്. so we can write this as T2. so T2 is equal to ജനറേറ്റ് ചെയ്യുന്ന 3 അഡ്രസ് കോഡ് എന്താണ്? T2 is equal to D star T1. okay, ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് റിഡക്ഷൻ ആണ്. എന്ത് റെഡ്യൂസ് ചെയ്യണം? എസിനെ റെഡ്യൂസ് ചെയ്യണം. എസിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഇത് കൊടുത്തിട്ടുള്ളത്? സെമാന്റിക് റൂൾ എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്? ID dot place is equal to E dot place. So it is എന്താണ്? A is equal to T2. So this is the 3 address code for the given expression. Okay, so ഇത് ഏത് വെച്ചിട്ടാണ് സോൾവ് ചെയ്തിട്ടുള്ളത്? സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. Is this clear? ഇത് ഇന്നലെ ചെയ്തല്ലേ? ക്ലിയർ ആണോ? ഇന്നലെ ചെയ്തത് സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ വെച്ചിട്ടായിരുന്നു. ഇന്നലെ എഴുതിയത് വേറെ റൂളായിരുന്നു, എമിറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഇവിടെ ഇപ്പൊ ചെയ്തിട്ടുള്ളത് എന്താണ്? സിന്റാക്സ് ഡയറക്റ്റ് ഡെഫിനിഷൻ ജനറേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, പക്ഷെ രണ്ടും സെയിം അല്ലേ സാർ? സെയിം തന്നെയല്ലേ ജനറേറ്റ് ചെയ്യുള്ളൂ. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിന്റെ 2 തരത്തിൽ നമുക്ക് റെപ്രസെന്റേഷൻ ചെയ്യാം. സിന്റാക്സ് ഡയറക്റ്റ് ഡെഫിനിഷനും യൂസ് ചെയ്യാം, സിന്റാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യാം. രണ്ടും ജനറേറ്റ് ചെയ്യുന്ന കോഡ് വിൽ ബി സെയിം ആയിരിക്കും. ഓക്കെ, okay, now next is boolean expression. Boolean expression so boolean expression എന്ന് പറയുമ്പോൾ it produces the result as true or false. It produces the result as logical values ആയിരിക്കും produce ചെയ്യുക, true or false. Okay, ഈ boolean expression normally it is used under the flow of control statements like if then else, or if, simple if, or while, do while. അങ്ങനത്തെ എക്സ്പ്രഷൻസിലായിരിക്കും എന്ത് കണ്ടീഷണൽ എക്സ്പ്രഷൻസിലായിരിക്കും ബൂലിയൻ ഓപ്പറേഷൻ വരുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഓൾസോ ഏതിൽ നമ്മൾ അപ്ലൈ ചെയ്യാം? along with relational operators. We can apply along with relational operators such as less than, equal to, greater than, equal to, etc. Okay, so here we are using 2 methods. ഈ ബൂലിയൻ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. One is numerical representation and the other is jumping method or short circuit method. 2 methods are used. 2 methods: numerical representation or jumping method or otherwise short circuit method.
jumping method or short circuit method. Okay. So ഇതില് ന്യൂമറിക്കൽ റെപ്രസെന്റേഷനിൽ ട്രൂവിനെ നമുക്ക് 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഫാൾസിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. Okay, 1 denotes true and 0 denotes false. Okay, this is clear? ഇത്രയും ക്ലിയർ ആണോ? This is clear? Okay, now we can see എന്താണ് ഒരു ബൂലിയൻ എക്സ്പ്രഷൻ. അതിനുള്ള ഗ്രാമർ നമുക്ക് ആദ്യം എടുക്കാം. So let's consider the grammar B. E derives E or E or E and E. E derives or not E or ID, relational operator ID, or E is true or false. True or false. Okay. Is this clear? Okay. ഇതാണ് അതിന്റെ ഗ്രാമർ നമ്മൾ എടുത്തിട്ടുള്ളത്. Now we have to consider ഒരു particular expression എടുത്തിട്ട് അതിന്റെ 3 address sequence എന്താണെന്ന് നോക്കാം. Okay. So let's consider an example. A or B not C. A or B not C is an expression. Okay. We need to convert this into 3 address statements. We need to convert this into 3 address statements. So 3 address statement ആയിട്ട് convert ചെയ്യാൻ normally നോട്ടിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ്. സോറി, A or B and not. Okay. So നോട്ടിനായിരിക്കും ആദ്യം പ്രിഫറൻസ് കൊടുക്കുക. So it is T1 is equal to not C, and next and ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. T2 is equal to B and T1. Then T3 is equal to A or T2. Okay. So this will be the 3 address code. Okay. Now we can consider എന്താണ് ഗ്രാമറും അതിന്റെ ട്രാൻസ്ലേഷൻ സ്കീമും വെച്ചിട്ട് സെയിം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ അത്? ഈ 3 അഡ്രസ് ഫോർമാറ്റ് നമ്മളാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. അതെ, നമ്മളാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് അതിന്റെ ഔട്ട്പുട്ട് ആണെന്ന് നമുക്ക് നേരത്തെ അറിയാം. ബട്ട് അത് ശരിക്കും ഈ സെമാന്റിക് ആക്ഷൻ വെച്ചിട്ട് ട്രാൻസ്ലേഷൻ സ്കീം വെച്ചിട്ട് അതെങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. ഗ്രാമറിന്റെ കൂടെ എന്തും തന്നിട്ടുണ്ടാവും, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെമാന്റിക് ആക്ഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ പാസ് ട്രീ വരയ്ക്കുക, എന്നിട്ട് റെഡ്യൂസ് ചെയ്ത് പോവാം. ഓക്കെ, സോ ടേക്ക് ഡൗൺ ദ ട്രാൻസ്ലേഷൻ സ്കീം ഫോർ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ. ക്ലിയർ ആണോ? ഇത് കാണാമോ നിങ്ങൾക്ക്? കാണാൻ പറ്റില്ല. ഓക്കെ, ഒന്ന് വേഗം ഇരിക്കും. അതിന്റെ ട്രാൻസ്ലേഷൻ സ്കീം
കോപ്പി ചെയ്തോ നിങ്ങൾ? ഇല്ല മിസ് എഴുതോ. ആ അത് വേഗം എഴുതിക്കേ. അമ്മ
ഓക്കെ, ഇസ് ദിസ് ക്ലിയർ? എഴുതിയോ നിങ്ങൾ? എഴുതിയായിരുന്നോ? Okay. Okay. Now we can consider the same example. Same example എന്തായിരുന്നു? A or B and not C. A or B, not C. Okay. Same example നമുക്ക് consider ചെയ്യാം. First we need to draw എന്താണ് അതിന്റെ pass tree വരയ്ക്കുക. അല്ലേ? Pass tree എന്തായിരുന്നു? E derives A or B and not C ആണ്. അപ്പം E or E. എങ്ങനെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾക്ക് ബ്ലാക്ക് ബോർഡ്? ലാപ്ടോപ്പിലാണെങ്കിൽ പാടാം. മൊബൈൽ ഓക്കെയാണ്. ലാപ്ടോപ്പിലാണെങ്കിൽ ചരിഞ്ഞായിരിക്കും വരുന്നത് അല്ലേ? അതെ. ഓക്കെ, മാറ്റി വയ്ക്കാം. E derives E or E. വീണ്ടും ഇതിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? E and E. So this is not E. Okay. So this is ID എന്താണ്? This is A, this is B and this is C. Okay. So എപ്പോഴും ID E derives ID എന്ന് പറയുന്നത് നേരത്തെ ആ ട്രാൻസ്ലേഷൻ സ്കീമിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? E derives IDയുടെ ട്രാൻസ്ലേഷൻ സ്കീം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ട്രാൻസ്ലേഷൻ സ്കീം? E derives ID എന്തായിരുന്നു? P is equal to lookup ID dot name. If P not equal to nil ആണെങ്കിൽ E dot place is equal to P else R. Okay, so here we can is E dot place is equal to എന്താണ് ആ ഐഡിയുടെ നെയിം? സോ ഇറ്റ് is C. Okay, so next ഇതില് E dot place is equal to A, E dot place is equal to B. Okay, now നമുക്ക് ഏത് റെഡ്യൂസ് ചെയ്യണം? ഇതിനെ റെഡ്യൂസ് ചെയ്യണം. സോ ഇതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഇതെന്താണ്? അവസാനമല്ലേ ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ ഫ്രം ടോപ്പ് ടു ബോട്ടം അല്ലേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ. ആണോ? ഓക്കെ, സോ ഒന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്താലേ ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്ന് മാറ്റുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്, ഈ ഓർഡറിൽ തന്നെയാണ് ചെയ്യാറ്. ഓക്കെ, നോ ഫസ്റ്റ് E dot place A, E dot P is equal to B. Then ഇവിടെ വരുമ്പോഴാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. സോ റെഡ്യൂസ് ചെയ്യുമ്പോൾ E dot place is equal to എന്താണ് അതിന്റെ റൂൾ എന്താ പറഞ്ഞിട്ടുള്ളത്? E derives not E യുടെ റൂൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ് റൂള്? E dot place is equal to new temp. New temp എന്ന് പറയുമ്പോൾ we can name it as T1. Okay, and also emit എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ജനറേറ്റ് ചെയ്യുക? ഇറ്റ് emits എന്താണ്? the 3 address code. എന്ത് 3 address code ആണ് emit ചെയ്യുന്നത്? T1 is equal to not C അല്ലേ? not emit of E dot place is equal to not of E1 dot place. So not C ആയിരിക്കും emit ചെയ്യുക, 3 address code ജനറേറ്റ് ചെയ്യുക. ഓക്കെ,
സോ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് വീണ്ടും വി നീഡ് ടു ഇതിനെ റെഡ്യൂസ് ചെയ്യാം. സോ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എന്താണ്? ഇ ഡോട്ട് പി ഇസ് ഈക്വൽ ടു അഗെയിൻ ഇ ഡിറൈവ്സ് ഇ ആൻഡ് ഇ ആണെങ്കിൽ ഇനെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ന്യൂ ടെംപ്. സോ ഇറ്റ് ബിക്കംസ് T2. ആൻഡ് ഓൾസോ വി നീഡ് ടു എമിറ്റ് എന്താണ്? ദ 3 അഡ്രസ് കോഡ് ഇൻ ദ ഫോം എന്താണ്? ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു E1 ഡോട്ട് പ്ലേസ് ആൻഡ് E2 ഡോട്ട് പ്ലേസ്. സോ നമ്മുടെ 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് T2 is equal to B and T1. Okay. Then നമുക്ക് ഏതിനെ റെഡ്യൂസ് ചെയ്യണം? We need to reduce ഈ നോഡിനെ റെഡ്യൂസ് ചെയ്യാം. ഈ നോഡിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ E dot P is equal to again T3. Okay. So അപ്പം ജനറേറ്റ് ചെയ്യുന്ന 3 അഡ്രസ് കോഡ് എമിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? T3 is equal to A or E2 dot place എന്താണ്? T2. Okay. So this is the 3 address code for the given expression. Okay. Emit function എന്ന് പറയുന്നത് next 3 address code generate ചെയ്യാനാണ്. Okay. Is it clear? Is it clear? അതെ. ഓക്കെ. സോ നെക്സ്റ്റ് ഒരു ബൂലിയൻ എക്സ്പ്രഷൻ, അതായത് വി ക്യാൻ കൺസിഡർ ആൻ എക്സ്പ്രഷൻ ബി എ ലെസ് ദാൻ ബി. അതിന്റെ കറസ്പോണ്ടിങ് 3 അഡ്രസ് കോഡ് എന്താ ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. എ ലെസ് ദാൻ ബി. So it is A less than B. Okay. എപ്പോഴും ഫസ്റ്റ് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യണം? അതിന്റെ പാസ് ട്രീ വരയ്ക്കും. ഓക്കെ. സോ പാസ് ട്രീ വരയ്ക്കാം. പാസ് ട്രീ എന്താണ്? പാസ് ട്രീ എങ്ങനെ വരയ്ക്കും? എ ലെസ് ദാൻ ബിയുടെ പാസ് ട്രീ എങ്ങനെ വരയ്ക്കാം? എ ലെസ് ദാൻ ബി ID relation operator ID. ID relation ID. Okay. So we can draw like this. എന്താണ്? E derives ID relational operator ID. Relational operator ID. Okay. So ഇവിടെ ID എന്ന് പറയുന്നത് എന്താണ്? ID എന്ന് പറയുന്നത് എന്താണ്? A and relational operator is less than, and ഇവിടുത്തെ ID എന്ന് പറയുന്നത് B ആണ്. Okay. So now ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കുറേ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ടെംപ്. ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ടെംപ്. ഓക്കെ. സോ ഇ ഡോട്ട് പി ഇസ് ഈക്വൽ ടു നമുക്കൊരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി T1. ഓക്കെ. ഫസ്റ്റ് ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതില് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ തന്നിട്ടുള്ളത് നോക്ക്. ഇതിന്റെ കറസ്പോണ്ടിങ് 3 അഡ്രസ് കോഡാണ് പറയുന്നത്. എ ലെസ് ദാൻ ബിയുടെ 3 അഡ്രസ് കോഡാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദാറ്റ് ഇസ് ഇഫ് ID ഡോട്ട് പ്ലേസ് റിലേഷണൽ ഓപ്പറേറ്റർ ഡോട്ട് OP ID2 ഡോട്ട് പ്ലേസ്. ഓക്കെ. ID1 ഡോട്ട് പ്ലേസിൽ എന്താണുള്ളത്? അപ്പൊ നമ്മൾ എന്താണ് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യേണ്ടത്? ഇറ്റ് ഇസ് if A less than B. Okay. Is it clear? If A less than B, then go to next state plus 3. Okay. So അപ്പം ഇത് ഈ സ്റ്റേറ്റിനെ we can mark it as address 100 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ് പ്ലസ് 3 പറയുമ്പോൾ ഇത് പ്ലസ് 3. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? അതാണ് എമിറ്റ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഇസ് 103. ഗോ ടു എന്താ കൊടുക്കണ്ടേ? ഗോ ടു ഇത് മായ്ച്ചോട്ടെ. ഞാൻ പാസ് ട്രീ മായ്ച്ചോട്ടെ. പാസ് ട്രീ മായ്ക്കട്ടെ.
ഈ 100 ഒന്ന് സെലക്ട് ചെയ്ത് റാൻഡം ആയിട്ടാണോ? ആ യെസ്, റാൻഡം ആയിട്ട് ഒരു നമ്പർ എടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് ഇതിന്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റേറ്റ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ലിങ്ക് ചെയ്യുന്നത്. ട്രൂ ആണെങ്കിൽ എവിടെയാ പോകുന്നത്, ഫോൾസ് ആണെങ്കിൽ എവിടേക്കാ പോകുന്നത് എന്നുള്ളത് ലിങ്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ഇഫ് എ ലെസ് ദാൻ ബി ദെൻ ഗോ ടു ഏതാണ് 103. ഇപ്പോഴത്തെ സ്റ്റേറ്റ് +3. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റേറ്റിന്റെ ഇൻഡെക്സ് ആണ് പോയിന്റ് ചെയ്യുന്നത്. അതായത് ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ആണെങ്കിൽ 103ലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എമിറ്റ് ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു 0. അപ്പം നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും വരുന്നത്? നെക്സ്റ്റ് എമിഷൻ 3 അഡ്രസ് കോഡ് എവിടെയായിരിക്കും വരുന്നത്? ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു 0. ഇ ഡോട്ട് പ്ലേസ് എന്താണ്? ഇ ഡോട്ട് പ്ലേസ് മസറാലും ഇ ഡോട്ട് പ്ലേസ് എന്താണ്? ഇ ഡോട്ട് പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? T1 അല്ലേ? ഇ ഡോട്ട് പ്ലേസിൽ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പററി വേരിയബിൾ എന്താണ്? T1 ആണ്. സോ T1 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ലിസൺ, ഇതില് നേരത്തെ പറഞ്ഞു ന്യൂമറിക്കൽ റെപ്രസെന്റേഷനിൽ ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫോൾസ് ആണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ദ വാല്യൂ എന്താണ്? 0 എന്നുള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, സോ അത് തന്നെയല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളത്? ടെമ്പററി വേരിയബിളിന്റെ വാല്യൂ ഇസ് റിട്ടേൺ ആസ് 0. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? This is clear? Listen, ഇതില് ഇ ഡോട്ട് പ്ലേസ് എന്നുള്ളത് നേരത്തെ നമ്മൾ പുതിയ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? പുതിയ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? അതിന്റെ നെയിം എന്താണ്? T1 ആണ്. ഓക്കെ, ന്യൂ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് ഇ ഡോട്ട് പ്ലേസിലുള്ളത്. ഇ ഡോട്ട് പ്ലേസിൽ എന്താണ് ഇപ്പൊ വാല്യൂ ഉള്ളത്? T1 എന്നുള്ള വാല്യൂ ആണെന്ന്. ഓക്കെ, സോ ഫസ്റ്റ് ലൈനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇഫ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഗോ ടു നെക്സ്റ്റ് സ്റ്റേറ്റ് +3 ആണ്. അതായത് ഇപ്പോഴത്തെ 100 + 3. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? അടുത്ത ലൈനിൽ എന്താ എമിറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് T1 ഇസ് ഈക്വൽ ടു 0. എമിറ്റ് എന്താണ്? ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ വൺസ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഇഫ് എൽസ് കണ്ടീഷന്റെ ഫ്ലോ എന്താണ്? ട്രൂ ആണെങ്കിൽ ട്രൂ പാർട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ഫ്ലോസ് ഔട്ട് ഓഫ് ആ ലൂപ്പിന്റെ എക്സിറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇസ് 102ല് എന്താ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക? ഗോ ടു നെക്സ്റ്റ് സ്റ്റേറ്റ് +2. അതായത് 102 + 2 ദാറ്റ് ഇസ് 104. ഓക്കെ, ദെൻ 103ല് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്? 103 ഇസ് ഈക്വൽ ടു T1 ഇസ് ഈക്വൽ ടു 1. 104 കൂടി എഴുതിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ ഇത്? അതായത് ഇഫ് അവർ കണ്ടീഷൻ ഇസ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ, ഇഫ് എ ലെസ് ദാൻ ബി എന്നൊരു റിലേഷണൽ ഓപ്പറേറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക? T1 ഇസ് ഈക്വൽ ടു 1. നമ്മൾ എന്താ ജനറേറ്റ് ചെയ്യേണ്ടത്? ട്രൂ ആണെങ്കിൽ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറയണം, ഫോൾസ് ആണെങ്കിൽ എന്താ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് പറയണം. ഓക്കെ, ട്രൂ ആണെങ്കിൽ നോർമലി ഇറ്റ് ഇസ് ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ട്രൂ ആണെങ്കിൽ ഇറ്റ് ഇസ് റെപ്രസെന്റഡ് as 1, ഫോൾസ് ആണെങ്കിൽ ഇറ്റ് ഇസ് റെപ്രസെന്റഡ് as 0. ഓക്കെ, അപ്പം എ ലെസ് ദാൻ ബി ആണെങ്കിൽ, എ ലെസ് ദാൻ ബി കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും? ഏത് സ്റ്റേറ്റ്മെന്റിലേക്കാണ് പോവുക? 103ലേക്കായിരിക്കും മൂവ് ചെയ്യുക. 103ൽ എന്താണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്? T1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫോൾസ് ആണെങ്കിൽ ഏതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? T1 ആയിരിക്കും അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് T1 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ വൺസ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ലൈനിലേക്ക് വരേണ്ട ആവശ്യമില്ല അല്ലെ? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഏതെങ്കിലും ഒന്നായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. സോ വി നീഡ് ടു മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് 104. Is this clear? Is this clear?
ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ആർക്ക് മനസ്സിലായില്ല? T1 is equal to 0, അപ്പൊ അത് ഫോൾസിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ 101 എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഫോൾസ് ആണെങ്കിൽ 101 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ അത് T1 is equal to 0 കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി 102 പോകും. അടുത്ത ലൈനിലേക്കല്ലേ പോവാ, സീക്വൻസ് ആയിട്ടല്ലേ വരിക എക്സിക്യൂഷൻ നമുക്ക്. അപ്പൊ നമുക്ക് ആ ഫ്ലോ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണ്ടേ 3 അഡ്രസ് കോഡില്? മനസ്സിലായോ? മനസ്സിലായി. സീക്വൻസ് ആയിട്ടായിരിക്കും എക്സിക്യൂഷൻ വരുന്നത്. ബട്ട് നമുക്ക് അതിന്റെ ഫ്ലോ കറക്റ്റ് ആയിട്ട്, ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഏതിൽ റെപ്രസെന്റ് ചെയ്യണം? 3 അഡ്രസ് കോഡിലും റെപ്രസെന്റ് ചെയ്യണം. വൺസ് ദ കണ്ടീഷൻ ഇസ് ഫോൾസ് ആണെങ്കിൽ എപ്പോഴും അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എവിടേക്കാ മൂവ് ചെയ്തിട്ട് 104 മൂവ് ചെയ്യുക. ദാറ്റ് ഇസ് T is equal to 1 എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് T is equal to 0 or 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക റീഫില്, അല്ലേ? ഒന്നിൽ ട്രൂ പാർട്ട് അല്ലെങ്കിൽ ഫോൾസ് പാർട്ട്. ദിസ് ഇസ് ക്ലിയർ? ഇവിടെ 103 പോകുമല്ലോ. എന്ത് 10 പോകും? 103 പോകത്തില്ല. ഇവിടെ A B ആണല്ലോ. അല്ല, A B എന്ന് പറയുന്ന കണ്ടീഷനാണ്. എയുടെ വാല്യൂം ബിയുടെ വാല്യൂം അനുസരിച്ചല്ല ഇതിന്റെ എക്സിക്യൂഷൻ വരുന്നത്. വാല്യൂ കൊടുക്കുമ്പോ അല്ലേ? അതെ, ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് 3 അഡ്രസ് കോഡാണ്. മനസ്സിലായോ? മനസ്സിലായി. ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 3 അഡ്രസ് കോഡാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. 3 അഡ്രസ് കോഡിൽ നിന്ന് വാല്യൂവിന് അനുസരിച്ചായിരിക്കും ഏത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. ക്ലിയർ? മനസ്സിലായി. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഇവിടെ 0 ആയിരിക്കുമോ ഫോൾസ് ആയിരിക്കും? ഏതില് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കണം? നമ്മൾ ചെയ്യുന്നതിൽ വെറും നമ്മൾ കണ്ടീഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. A <B എന്നൊരു കണ്ടീഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. മൊത്തം നോക്കണോ? നോർമൽ ഒരു ഏതാണ് നോർമലില് നമ്മുടെ ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെയാ കൊടുക്കുക? ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇഫ് then else, if else statement. ഇഫ് കണ്ടീഷൻ കൊടുക്കും, ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ് കൊടുക്കും, എൽസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ് കൊടുക്കും. ഓക്കെ, ശരിക്കും ഇവിടെ എന്താ കൺവേർട്ട് ചെയ്യുന്നത്? നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ 3 അഡ്രസ് കോഡായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. Can you able to get me? തന്നിട്ടുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? 3 അഡ്രസ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. തന്നിട്ടുള്ള പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച്. ആ എക്സിക്യൂഷനെ നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ആവശ്യം എന്താണ്? തന്നിട്ടുള്ള ഒരു ബൂലിയൻ, ഒരു റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 3 അഡ്രസ് കോഡ് എന്തായിരിക്കും? 3 അഡ്രസ് കോഡ് എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമ്മളിവിടെ എയും ബിയും ഒന്നല്ല എടുത്തത്. എടാ, നമ്മുടെ ഒരു കണ്ടീഷനാണത്. ഈ 2 നമ്പർ ഈക്വൽ ആണോ ഇല്ലേ എന്നുള്ള കണ്ടീഷൻ നീ കൊടുത്തു. ഓക്കെ, A less than B ആണ്, ഫസ്റ്റ് നമ്പർ ലെസ് ദാൻ ബി ആണോ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. ഓക്കെ, ആ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിനുള്ള 3 അഡ്രസ് കോഡാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ ശ്രീപ്രസാദ്? മനസ്സിലായോ? ഓക്കെ, ബാക്കി ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇതില് ഓക്കെ, നൗ വി ക്യാൻ റൈറ്റ് ഇതേപോലെ 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ചെയ്യാം ഫോർ ദി ഗിവൻ എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷനുള്ള 3 അഡ്രസ് കോഡാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്യാറില്ലേ, ID is equal to A is equal to B plus C. ഇതെന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. ആ എക്സ്പ്രഷന് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ 3 അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും? ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദ നെക്സ്റ്റ് എക്സ്പ്രഷൻ ഇസ് A greater than B or C greater than D.
A greater than B or C greater than D? A greater than B or C greater than D? Okay, അതിന്റെ 3 address code generate ചെയ്യും. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമോ നിങ്ങൾ? ചെയ്യാം മിസ്സേ. അറ്റൻഡൻസ് ആദിൽ, അഭിജിത്ത്, അക്ഷര, Present, miss. അഞ്ജലി, Present, miss. അഞ്ജു, ആൻഡോ, അപർണ ഡി, Present. 6 and Alex present. അപർണ ഡി, അപർണ പ്രതാപ്, അരവിന്ദ്, മിസ് പ്രസന്റ്. മിസ് അപർണ പ്രതാപ് ചാറ്റിലുണ്ട്. ഓക്കെ. ആരും പ്രസന്റ്. അർജുൻ ഉണ്ട്. ബിച്ചു, ജീവൻ, Present, miss. ജോസ്വിൻ, Present, miss. പൃഥ്വിരാജ്, Present, miss. മാധവ്, Present, miss. മറിയ, Present, miss. മെർലിൻ, Present, miss. മുബിൻ ഉണ്ട്. ഹാഫിസ്, റുബിൻ, Present, miss. നജ്മ, നൗറിൻ, Present, miss. പാർവതി, Present, miss. സാന്ദ്ര, Present, miss. ശ്രീപ്രസാദ്, Present, miss. ശ്രുതി, വിഷ്ണുപ്രിയ, Present, miss. അജീന, അഖിൽ, Present, miss. റോഷ്നി, Present, miss. ഓക്കെ. ആബ്സെന്റ് അജീന ആൻഡ് അപർണ ഡി. ഓക്കെ, അതൊന്ന് ഫിനിഷ് ചെയ്യണേ. അതായത് അഡ്രസ് എഴുതുമ്പോൾ മിസ്സേ, ഇതിന്റെ അകത്ത് ഒരു എ ഗ്രേറ്റർ ദാൻ ബിക്ക് ഇവിടെ 100 തുടങ്ങുവാണെങ്കിൽ മറ്റേ സി ഗ്രേറ്റർ ദാൻ ബിക്ക് 200 തുടങ്ങിയാണ്. ഏതാ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാൽ മതി. അതായത് 104 വരെ, അതായത് 104 തൊട്ട് സി ഗ്രേറ്റർ ദാൻ ഡിക്ക് എടുക്കാമോ? അതെ അതെ, ഞാൻ എടുത്താൽ മതി. ഓക്കെ. ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് വേറെ പുതിയ വേരിയബിൾ. ഓരോ പ്രാവശ്യം ഇ ഡോട്ട് ന്യൂ ടെമ്പ് വിളിക്കുമ്പോൾ അടുത്ത എന്താണ് സക്സസീവ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, miss.